അപ്പൊ അതേപോലെ ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാല് ഈ കുമ്പളങ്ങി. അപ്പൊ ഞാൻ അതില് സ്റ്റോറിയിലേക്ക് പോകുന്നില്ല. സംഭവം അതില് സൗബിന്റെ കഥാപാത്രം ഇല്ലേ, അത് മാത്രം വെറുതെ ഇങ്ങനെ ആലോചിച്ചു നിങ്ങള്. സൗബിന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാല് അയാൾക്കൊന്നുമില്ല. ഫഹദ് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. സജിസേർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ ഇവനെന്താ പറയുന്ന അറിയോ സൗബിൻ? പിന്നെ പാർട്ട്ണർഷിപ്പിൽ ഒരു തേപ്പ് കട ഉണ്ട്. പാർട്ട്ണർഷിപ്പിലൊന്നല്ല, ഒരു തമിഴ്നാട്ടുകാരനായ ഒരാൾക്ക് ഒരു തേപ്പ് കട ഉണ്ട് അവിടെ സൈഡിൽ ഇരിക്കും. ഇതാണ് ഇവന്റെ പണി. എടാ, ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാത്ത എന്നോ ഒരു കാലത്തൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവൻ ആകെ ജീവിതത്തിൽ നേട്ടമുള്ളത്. അത് ഭാഗ്യം കൊണ്ടല്ലേ. അന്ന് വാങ്ങിയൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് അവിടെ. അന്ന് അവന്റെ അനിയന്മാർക്ക് എന്തൊക്കെയോ വാങ്ങിക്കൊടുത്തു എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഒരു പുരാതന കാലത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അവന്റെ ജീവിതത്തിൽ കടുത്ത വലിയ രണ്ട് നഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെ. ഒന്നവന്റെ വീട്ടിൽ അവന്റെ അനുജന്മാരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. അനിയന്മാർ അവനെ വലിയ രീതിയിൽ അവനെ അവഗണിക്കുകയാണ്. വലിയ രീതിയിൽ ഇവന് ഭയങ്കര ഇമോഷണലാണ്. ഈ സൗബിന്റെ കഥാപാത്രം ഭയങ്കര ഇമോഷണൽ. അതുകൊണ്ട് വിചാരിക്കണതല്ല പറയാ, ഓൻ വിചാരിക്കണതല്ല പറയാ, വേറെന്തെങ്കിലുമൊക്കെ പറയൂ. അങ്ങനെ ചില ആൾക്കാരുണ്ട് ഈ സങ്കടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സമയത്തൊക്കെ പറയാൻ വിചാരിക്കണതല്ല പറയാ. അത് സൗബിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും അതിലേ. അങ്ങനെ സൗബിന്റെ ലൈഫിൽ ഇവന്റെ അനുജന്മാരുമായിട്ട് വഴക്കുണ്ടായി. ഇവന് ഒരനിയൻ ഇവനോട് പറയും, ഷെയ്ന്റെ കഥാപാത്രം പറയും, താന് എന്തായിരുന്നു ആ അണ്ണനെ ഓസിട്ടല്ലേ ജയിക്കുന്നത് എന്നോ അങ്ങനെ എന്താ പറയൂ എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്നാണ്. ഇത് കേട്ടിട്ടാണ് ഇവൻ പുറത്തേക്ക് ഇറങ്ങുക സങ്കടപ്പെട്ടിട്ട്. എന്നിട്ട് അവൻ നേരെ ചെല്ലുന്നത് ഈ അണ്ണന്റെ അടുത്തേക്കാ, ഈ തമിഴ്നാട്ടുകാരനായ ആളുടെ അടുത്തേക്ക്, മുരുകന്റെ അടുത്തിട്ട് ചെന്നിട്ട് പറയാ, മുരുക, എന്റെ അനുജൻ എന്നോട് പറയാ ഞാൻ നിന്നെ ഓസിട്ടാണ് ജയിക്കുന്നത്. മുരുകൻ പറയും ശരിയല്ലേ എന്ന്. ഇവൻ ആകെ തകരുന്നത് അപ്പോഴാ. കാരണം ഇവൻ വിചാരിച്ചത് അനുജന്മാര് പോലും കൈവിട്ടാലും മുരുകൻ കൂടെ ഉണ്ടാവുന്നതാണ്. നമ്മളെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച ആളുകൾ കൈവിട്ടുള്ള അവസ്ഥ തിരിക്കും. പിന്നെ അവന് നിൽക്കാൻ കഴിയണില്ല. അവൻ ആത്മഹത്യ ചെയ്യാൻ ഓടുകയാണ്. അപ്പുറത്തൊരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് ആത്മഹത്യ ചെയ്യാൻ ഇവൻ ഓടുമ്പോ മുരുകൻ ഇവന്റെ പിന്നാലെ ഓടുകയാണ് അല്ലേ. അങ്ങനെ മുരുകൻ ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നതിനിടയിൽ, അതിന്റെ മുകളിൽ നിന്ന് ചാടുന്നതിനിടയിൽ ഇങ്ങനെ നോക്കുമ്പോ ഇവന് കഴുത്തിൽ കയറൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടാവും സജ്ജി. രക്ഷിക്കാൻ വേണ്ടി ചാടിയ മുരുകനാണ് മരിക്കുന്നത്. ഇനിവൻ ആരാളെ? ഇനിവൻ എന്തിനാ ജീവിക്കണ? ആ കഥാപാത്രത്തെ നിങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കുന്നുണ്ട്. ഭയങ്കര ഭയങ്കര ഒരു ഡെപ്ത് ഉള്ള കഥാപാത്രം. ഇവന് ഈ സജ്ജി ഇനി എന്തിനാ ജീവിക്കുന്നത്? ഇവനിനി ആരാളെ? അങ്ങനെ അവൻ വലിയ കടുത്തൊരു ഡിപ്രഷനിലേക്ക് പോവാ. അങ്ങനെ അവനെ ഉറപ്പിക്കുകയാണ്, അവന് സൂയിസൈഡ് ചെയ്യാൻ തന്നെ തീരുമാനിക്കണം. സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുമ്പോ ഇവൻ ഒരൊറ്റ ആളോടെ യാത്ര ചോദിക്കാനുള്ളൂ. ഒരേ ഒരാളോടെ ഭൂമിയിൽ ഇവന് യാത്ര ചോദിക്കാനുള്ളൂ. അതാരാണ്? മുരുകന്റെ ഭാര്യ. അങ്ങനെ മുരുകന്റെ ഭാര്യയുടെ അടുത്ത് ഇവനിങ്ങനെ ചെന്നിട്ട് കൈകൂപ്പി നിൽക്കും. എന്നിട്ട് പറയും, ഞാന് അവന്റെ അടുത്തേക്ക് പോവാ, അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അവന്റെ അടുത്തേക്ക് പോവാണ്, അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഇവളെ കാലിൽ വീണിട്ടുണ്ട്. അപ്പൊ ഇവളിങ്ങനെ കാലിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പൂർണ്ണ ഗർഭിണിയായ ആ പെൺകുട്ടി ഇതൊന്നും കേട്ടിട്ടില്ല. അവൾ ഇവനോട് ഒരൊറ്റ ചോദ്യം ചോദിക്കണം, എന്താ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു തരുമോ, രാവിലെ മുതൽ നല്ല പെയിൻ ഉണ്ട്. എടാ, ഒരു മനുഷ്യന് ജീവിതത്തിന് അർത്ഥം കിട്ടിയ നിമിഷമാണ്. ഒരു മനുഷ്യന് അയാളുടെ ആയുസ്സിന് അർത്ഥം കിട്ടിയ നിമിഷം. ഇവൻ അവിടുന്ന് ഇങ്ങനെ എണീറ്റിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. എന്നിട്ട് ഇവൻ ഓടുകയാണ്, ഓട്ടോറിക്ഷ പിടിക്കുക. പിന്നെ നമ്മൾ കാണുന്നത് ആശുപത്രിയിലെ സീനാണ്. ഈ പെൺകുട്ടിയുടെ തൊട്ടടുത്തൊരു കുഞ്ഞുണ്ട്, അപ്പുറത്ത് സജി നിൽക്കുന്നുണ്ട്. സജിക്ക് ജീവിക്കാൻ ഒരു കാരണം കിട്ടി. നേരത്തെ പറഞ്ഞില്ലേ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞില്ലേ. ഇത്രയും കാലം സജി എക്സിസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ നിമിഷം മുതൽ സജി മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സജി വീട്ടിലേക്ക് അവളെയും വിളിച്ചുകൊണ്ട് വരുന്ന ഒരു സീനുണ്ട്. ആ സിനിമയിലെ ഏറ്റവും മനോഹരമായ സീനാണ്. മേരിയുടെ കുഞ്ഞിനെ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ വരുന്നത് പോലെയുള്ള ഒരു സീനാണ്.
നമുക്ക് യേശുവും അമ്മയുമാണെന്ന് ശരിക്കും തോന്നുന്ന നിമിഷം. ആ തോണി ഏറി വരുന്ന അതിനൊരു ബീജിയമുണ്ട്. നമ്മളിങ്ങനെ ഉരുകിപ്പോകും. എങ്ങോട്ടാ വരുന്നത്? എടാ, ആ ചെറിയ വീട്ടിലേക്ക്, ആ കരയിൽ ഏറ്റവും അശാന്തമായ വീടുള്ള ആ വീട്ടിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ വരിക. ബാറിൽ എത്ര മനുഷ്യന്മാരുണ്ടാവും, ഒരു കള്ള് ഷാപ്പിൽ എത്ര മനുഷ്യന്മാരുണ്ടാവും, എന്നിട്ടും ഒരു കടിച്ച അവശിഷ്ടമായ ഒരു കോഴിക്കാല് സജി കൃത്യമായി എറിയുന്നത് അവന്റെ അനുജന്റെ നേരെയാണ്. അത്രയും സ്നേഹമാണ് രണ്ടാളും. കലഹം എന്ന് പറഞ്ഞാൽ അത്രയും കലഹം പിടിച്ചൊരു വീട്. എല്ലാ ദിവസവും വലിയ ഒച്ചപ്പാടുകൾ നിറഞ്ഞ അടികൂടുന്ന രണ്ട് അനുജന്മാരുള്ള വീട്. ആ വീട്ടിലേക്കാണ് ആ പെൺകുട്ടിയും ആ പെണ്ണും അവളുടെ കുഞ്ഞും കൊണ്ട് സജി ഇങ്ങനെ കയറി വരുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ആ വീട് മാറുന്നത്, ആ വീട് മാറുക ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ആ കരയിൽ ഏറ്റവും അശാന്തമായ വീട്, ഒരു സമാധാനം ഇല്ലാത്ത വീട്ടില് പിന്നെ രണ്ട് പെൺകുട്ടികൾ വന്നതോടുകൂടി, മൂന്ന് പെൺകുട്ടികൾ വന്നതോടുകൂടി ആ വീട് ആകെ മാറുക ചെയ്യുന്നു. ഷെയിന്റെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു, സജിയുടെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു, പിന്നെ മറ്റേ പേരെന്തിനാണ്, ശ്രീനാഥ് ബാസിയുടെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു. മൂന്ന് പെൺകുട്ടികൾ ഒരു വീട്ടിലേക്ക് കയറി വന്നതോടുകൂടി ആ വീടിന്റെ സമാധാനം തിരിച്ചു കിട്ടുക ചെയ്യും. തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ട്, അവിടെ മൂന്ന് പെണ്ണുങ്ങൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്നു. അവിടേക്ക് ഒരാൾ കയറിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ആ സിനിമ കണ്ടാൽ മതി, ബാക്കി എന്താണെന്ന് ആ സിനിമ പറയും. ഒരാളെ കയറിയിട്ടുള്ളൂ, മൂന്നാള് കയറിയിട്ടില്ല, ഒറ്റ ആള്. ഇവിടെ മൂന്നാളുകൾ കയറി വന്നൊരു വീടിന്റെ മൊത്തം ദിശ മാറ്റുന്ന ഒരു കാഴ്ചയെ കാണും. അപ്പൊ സജിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കേട്ടോ. ഷെയിന്റെ കഥാപാത്രം അത് നമ്മളെ വിഷയമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഷെയിന്റെ കഥാപാത്രത്തില് ഷെയിന്റെ ഒരു ചങ്ങാതി ഉണ്ടല്ലോ, അവനൊരു പെണ്ണ് കിട്ടി. അപ്പോഴാണ് ഷെയിന് മനസ്സിലാകുന്നത്, എനിക്ക് പെണ്ണില്ലല്ലോ, പ്രേമിച്ച് നടക്കാൻ ഒരു പെണ്ണില്ലല്ലോ എന്ന്. അങ്ങനെയാണ് ഇവനെ ഈ പെൺകുട്ടിയെ കാണുന്നത്, ബേബിയെ കാണുന്നത്. അങ്ങനെ ബേബിയെ കണ്ട് പരിചയപ്പെട്ടവൻ ആദ്യം ചോദിക്കണം എന്താണെന്നറിയോ, എനിക്കൊരു ഉമ്മ തരുമെന്നാ ചോദിക്കുന്നത്. തിയേറ്ററിൽ വെച്ചിട്ട് അവൾ ഉമ്മയല്ല കൊടുത്തത്, അടിയാണ് കൊടുത്തത്. പിന്നെ അവൻ എന്തൊക്കെയോ വിളിച്ചിട്ട് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറെ കഴിഞ്ഞ് ഇവരെ സ്നേഹമൊക്കെ കോൺസിസ്റ്റന്റ് ആയ സമയത്ത് ഒരു ദിവസം ബേബിയുടെ മടിയിൽ കിടന്ന് ഷെയിൻ അവന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ഓർമ്മയില്ലേ ആ സീന്? ബേബിയുടെ മടിയിൽ കിടന്ന് ബോബി എന്ന ഷെയിൻ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അപ്പൊ അവൻ എവിടെ കിടക്കണം? അവനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മടിയിലാണ് കിടക്കണം. അവനിപ്പോ വേണമെങ്കിൽ 100 ഉമ്മകൾ വെക്കാം. പക്ഷെ അവന് മനസ്സിലായി അതിലൊന്നും ഒരു കാര്യമില്ല. അവന് ഉമ്മയല്ല വേണ്ടത്, ഒരമ്മയാണ് വേണ്ടത്. അവൻ അവളുടെ മടിയിൽ കിടന്നിട്ട് ഒരു കുഞ്ഞിനെ പോലെ ഇങ്ങനെ കരയുന്ന നിമിഷം ആ സിനിമയിൽ ഏറ്റവും മനോഹരമായ സമയങ്ങളിലൊന്ന്. അപ്പൊ ഈ ഷെയിന് പിന്നെ മാറുന്നുണ്ട്, ആ ഒരു സ്നേഹബന്ധം കൊണ്ട് ഷെയിനാകെ മാറുന്നുണ്ട്, ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അതുവരെ അവന് ജോലിയൊന്നും ഇഷ്ടമില്ല അല്ലെ. അവന് വലയെറിയാന് പിന്നെ ചോദിക്കുമ്പോ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങള് പൈസ കൊടുക്ക, വെറുതെ തരുന്ന, വൈകുന്നേരം 500 രൂപ തരുമെന്ന് പറഞ്ഞപ്പോ ഷെയിന്റെ ചങ്ങായി പറയുന്നുണ്ട്, ജോലിക്കാണെന്ന് ഒരു കാരണവശാലും അവനോട് പറയുന്നത്, ഒരു സഹായം എന്ന് പറയാവൂ എന്ന് പറയുന്നത്. കാരണം അത്രയും ജോലിയോടെ താല്പര്യമില്ലാത്ത ആളാണ് ജോലിക്ക് പോകുന്നത്. ഇവനിങ്ങനെ കൈയൊക്കെ വറക്കും, കാരണം ഇവന് ജോലി ചെയ്തിട്ട് ശീലമല്ല. ഞാൻ എന്തിനാ ഈ സിനിമയുടെ സ്റ്റോറി പറഞ്ഞതെന്നറിയോ, ഗംഗയുടെ കാര്യം പറഞ്ഞതെന്നറിയോ? ഒരു ലക്ഷ്യമില്ലാത്ത ഒരാള് എങ്ങനെ വേണമെങ്കിലും ഒഴുകും. അയാൾ ഏത് കുഴിയിലും പോയിട്ട് വീഴും. അയാളെ ആർക്കും വശീകരിക്കാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കിനാവുണ്ടോ, നിങ്ങൾ പിന്നെ അതിനു വേണ്ടി ജീവിക്കും. അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.